ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 1-2 ഇൻഗ്രീഡിയൻസ് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 500 ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അധികം തണ്ടൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് നല്ല ഫ്രൈ ആയി കിട്ടിക്കോളും. ചെറിയ പീസാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കോളിഫ്ലവർ ആണിത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. നോർമൽ മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര അളവ് എടുക്കേണ്ടി വരില്ല, കാരണം എരിവ് കൂടി പോകും. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ നമ്മളെ കോളിഫ്ലവർ ഫ്രൈക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ ഏകദേശം 1/2 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് സോയ സോസ്, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. അപ്പം ഞാനിവിടെ നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പും കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് അടിഭാഗം എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാനാണ്. കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചെടുത്ത കറിവേപ്പിലയും വറ്റൽമുളകും ഞാൻ കോളിഫ്ലവറിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റെസിപ്പി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.